കാരുണ്യത്തിൻ്റെ സ്നേഹ സ്പർശനവുമായി റഷീദ് സഖാഫിയും ഗാർഡിയൻ ഏഞ്ചൽസും തണലൊരുക്കുന്നത് നൂറുകണക്കിന് നിരാലംബർക്ക്. സ്നേഹകാരുണ്യ റമദാൻ മാസത്തിൻ്റെ നാളുകളിലും സഹജീവി സ്നേഹത്തിൻ്റെ മാതൃകയായി റഷീദ് സഖാഫി ജീവിതയാത്ര തുടരുകയാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ സ്നേഹസ്പർശനത്തിലൂടെ ഗാർഡിയൻ ഏജൻസ് എന്ന സ്ഥാപനത്തിലൂടെ ഒരു കൂട്ടം മനുഷ്യരും, ഒരുപക്ഷെ ജീവിതമെന്ന മഹായാത്രയിൽ ഒറ്റപ്പെട്ടു പോയവരുടെയും താങ്ങും തണലും നഷ്ടപ്പെട്ടു പോയവർക്കും ഗാർഡിയൻ ഏജൻസ് എന്നത് ഒരു ആശാകേന്ദ്രമാണ്. റഷീദ് സഖാഫി പഴയങ്ങാടിയും മജീദ് ഹാജിയും കൂടെ സഹൃദയരായ ഒത്തിരി മനുഷ്യരും ചേർന്ന് ഇവിടെ ഒരുക്കിയെടുക്കുന്നത് ഒരു കൂട്ടം കാവൽ മാലാഖയുടെ തണലിൽ സ്ഥാപനം വളർത്തിയെടുക്കുകയായിരുന്നു. ഗാർഡിയൻ ഏഞ്ചൽസ് 2017 ഇങ്ങനെ ഒരു കെയർ ഹോം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, വീട്ടിൽ തന്നെ ആദ്യത്തെ ഒരാൾ അദ്ദേഹം ഒരു പ്രതിസന്ധിയിലായി, രോഗം വന്നു, ശാരീരികമായി വലിയ പ്രയാസം അനുഭവിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത്. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നമുക്ക് സാധാരണ എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ് സൈനുലാബിദ് തങ്ങൾ. അപ്പം അവരൊരു പ്രയാസത്തിലായി, രോഗം വന്ന് ശാരീരികമായി മാനസികമായി വലിയ പ്രയാസം വന്ന് റൂമിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ആ ഒരു അവസ്ഥയിൽ ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് വലിയ സ്നേഹമുണ്ട്. പിന്നെ ഒരു പ്രായമുള്ള അവിവാഹിതനായ മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ മരിച്ചുപോയി, ഒരു ഒറ്റപ്പെട്ടു പോയ ഒരാളെ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കൂട്ടി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരാഗ്രഹം. ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടല്ല, അത് അവർക്ക് വേണ്ട കെയർ, ഒരു നല്ല പരിചരണം കൊടുക്കണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാം. കാരണം റോഡ്, അതേപോലെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒരു പ്രായമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയാസങ്ങളിൽ അവരെ സഹായിക്കാൻ പല ആവശ്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ എൻ്റെ വീടാണ് കുറച്ചുകൂടി സൗകര്യം എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അത് ഇങ്ങനെയൊക്കെ കുറേ ആളുകൾക്കുള്ള ഒരു ആശാകേന്ദ്രമായി മാറി എന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ്. ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ആളെ കൊണ്ടുവന്നതും പിന്നെ തുടങ്ങിയതും. ഇന്നിപ്പോൾ 50-ലധികം ആളുകൾ, ഇപ്പോൾ 53 ആൾക്കാർ ഈ കെയർ ഹോമിലെ അംഗങ്ങളാണ്. ഈ അവർക്കുള്ള താമസം, ഭക്ഷണം, പരിചരണം, വസ്ത്രം, അവരുടെ എല്ലാം, അതിലപ്പുറത്ത് അവരെ സ്വന്തം മാതാപിതാക്കളെ പോലെ സ്നേഹിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്താണ് കെയർ ഹോം പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ കെയർ ടേക്കർമാർ, ഡോക്ടർ, നേഴ്സ്, പിന്നെ മറ്റ് അവരുടെ ആവശ്യമുള്ള ഒരു 30-ലധികം സ്റ്റാഫ് തന്നെ ഇവർക്ക് വേണ്ടി സ്ഥിരം ഇവിടുത്തെ അംഗങ്ങളായി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലപ്പുറം നമുക്ക് പഞ്ചായത്ത്, അതുപോലെ നഗരസഭ തുടങ്ങി പൊതു സംവിധാനങ്ങൾ, നമ്മുടെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള പൊതു സംവിധാനങ്ങൾ ഇതിന് ചേർന്നുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഏഴോം ഗ്രാമപഞ്ചായത്തിൻ്റെ പാലിയേറ്റീവ് ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചേർന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ, പ്രത്യേകിച്ച് കോവിഡ് കാലം മുതൽ ഇങ്ങോട്ട് നല്ല ഒരു വളരെ വേഗത്തിൽ ഇതിൽ ഈ നാട്ടുകാരനും ഒരു അഭ്യുദയകാംക്ഷിയുമായ MP അബ്ദുൽ മജീദ് ഹാജിയാണ് ഇതിൻ്റെ ഒരു വഴിത്തിരിവുണ്ടാക്കി തന്നത്. കാരണം ഞാൻ എൻ്റെ ചെറിയ വീട്ടിൽ ടൈൽസ് പോലും ഇടാത്ത, ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വീട്ടിൽ MP അബ്ദുൽ മജീദ് ഹാജി വീട് സന്ദർശിക്കുകയും ആ സ്ഥിതി നേരിൽ മനസ്സിലാക്കുകയും ഈ ഒരു പ്രവർത്തനം നിർബന്ധമാണ്, ഇത് ചെയ്യണം, ഇതിൻ്റെ എത്രയും മുന്നോട്ട് ഇതിനെ കൊണ്ടുപോകണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹങ്ങളാണ്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഇന്ന് കാണുന്ന ഈ വീടുകളും ഈ ഹോസ്പിറ്റലും മറ്റ് സംവിധാനങ്ങളും വാഹനങ്ങളും എല്ലാം ഒരുക്കിയത്. അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സാണ്. അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ നാട്ടുകാരനായ ഈ നാട്ടിൽ തന്നെയുള്ള മറ്റൊരു സുഹൃത്താണ് അബ്ദുറഹീം ഹാജി. അദ്ദേഹം ഇതിനു വേണ്ടി മനോഹരമായ പുതിയൊരു കെട്ടിടം നിർമ്മിച്ചു തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതിനു വേണ്ടുന്ന വാഹനവും അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഇന്നിപ്പം ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥികളാണ്, മറ്റ് പല തലങ്ങളിൽ വിദ്യാർത്ഥികൾ മാത്രമല്ല, അധ്യാപകരും, അതേപോലെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും, അതേപോലെ ഈ പൊതു പ്രവർത്തകരായിട്ടുള്ള ആളുകൾ. 2017 ഗാർഡിയൻ ഏജൻസിൻ്റെ പിറവി. ചാരിറ്റി മേഖലയിലെ ഒരു വ്യാഴവട്ടക്കാലത്തെ പരിചയ സമ്പന്നതയാണ് റഷീദ് സഖാഫിക്ക് സ്ഥാപനം തുടങ്ങുവാനുള്ള പ്രചോദനമായത്. 2004 കാരന്തൂർ മർക്കസിലെ പഠന കാലയളവിൽ കാന്തപുരം AB അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള പരിശീലനമാണ് ഈ മേഖലയിലെ അദ്ദേഹത്തിൻ്റെ താൽപ്പര്യത്തെ ഉത്തേജിപ്പിച്ചത്. പിന്നീട് കേരളത്തിൽ പലയിടങ്ങളിലായി ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ദീർഘയാത്രകൾ നടത്തുകയുണ്ടായി.
PMK ഫൈസിയുടെ കീഴിൽ പ്രവർത്തിച്ചത് മുതലാണ് ചാരിറ്റി മേഖലയിലെ സഖാഫി ഗൗരവത്തിൽ സമീപിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് യശസ്വരീയനായ PMK ഫൈസിയുടെ നാമധേയത്തിലാണ് ഗാർഡിയൻ ഏജൻസി തുടങ്ങുന്നത്. പഴയങ്ങാടി പൗരവേദി ഉൾപ്പെടെ വ്യാപാരി വ്യവസായിൻ്റെ പ്രവർത്തകരടക്കം എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകളും ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ സഹായികളും ഇതിനു വേണ്ടുന്ന ഒത്താശകൾ ചെയ്തിരുന്നവരുമാണ്. പച്ചക്കറി തരുന്നവരുണ്ട്, മാംസം തരുന്നവരുണ്ട്, അരി സാധനങ്ങൾ തരുന്നവരുണ്ട്. അങ്ങനെ ഇവിടത്തേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ തുറകളിൽ നിന്നുള്ള ആളുകളും ഇവിടെ എത്തി വേണ്ടുന്ന ഒത്താശകൾ ചെയ്തു വരുന്നു. അതുകൊണ്ട് ഇഷ്ടം പോലെ ആളുകളെ എത്ര ആളുകൾ വന്നാലും അവരെ ഏറ്റെടുക്കാനും അവരെ പരിചരണം കൊടുക്കാനും അവർക്ക് സ്നേഹവും സംരക്ഷണവും കൊടുക്കാൻ സാധിക്കുന്നത് എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. ഈ പ്രവർത്തനങ്ങൾ വഴി ഇനി ഒരുപാട് ഗാർഡിയൻ ഏഞ്ചൽസിന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഗാർഡിയൻ ഏജൻസിക്ക് കീഴിൽ 100-ലധികം രോഗികൾക്ക് ഹോം കെയർ പ്രവർത്തനങ്ങൾ ആശ്വാസമാകുന്നുണ്ട്. ആംബുലൻസ് സംവിധാനം, ക്ലിനിക്ക്, ഹാപ്പി കൺസൾട്ടേഷൻ, ട്രീറ്റ്മെൻറ്റ്, പാവപ്പെട്ടവരുടെ വിവാഹങ്ങൾക്കുള്ള സഹായങ്ങൾ, ഭവന നിർമ്മാണ സഹായങ്ങൾ, രോഗീ പരിചരണം, കിറ്റ് വിതരണങ്ങൾ, ദുരിത മേഖലയ്ക്കുള്ള വളണ്ടിയേഴ്സിൻ്റെ വിങ്, വിദ്യാഭ്യാസ സഹായങ്ങൾ തുടങ്ങി നിരവധി സാമൂഹിക, വൈജ്ഞാനിക, സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറുകയാണ് റഷീദ് സഖാഫിയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം. ജീവിതയാത്രയിൽ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയവർ, ആശ്രയവുമില്ലാതെ അലയുന്നവർ, ലഹരിക്ക് അടിമപ്പെട്ട് ജീവച്ഛവമായി മാറിത്തുടങ്ങിയവർ, ഒരു നിലയിലും കുടുംബവും സമൂഹവും ഏറ്റെടുക്കാതെ ഇത്തരത്തിലുള്ള അവരാണ് സ്ഥാപനത്തിലെ അന്തേവാസികൾ. കഴിഞ്ഞ 7 വർഷക്കാലമായി നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ജീവകാരുണ്യ കേന്ദ്രമാണ് ഗാർഡിയൻ ഏഞ്ചൽസ്. നമ്മൾ ഒരുപാട് ആളെ, ഞാൻ തന്നെ വ്യക്തിപരമായി ഒരുപാട് ആൾക്കാരെ തെരുവിലൊക്കെ കഴിയുന്ന ആളെ ഇവിടെ നമുക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരാളെ കണ്ടെത്തിയാൽ എവിടെ ആക്കും എന്നുള്ള ഒരു വലിയ ആശങ്ക നമ്മളൊക്കെ മുമ്പേ ഉണ്ടായതാണ്. പക്ഷേ ഇന്ന് നമുക്കൊരാളെ, ഒരു അനാഥനെ കണ്ടാൽ ഉടനെ ഉസ്താദിനെ വിളിച്ച് ഇവിടെ ആക്കി അവർക്ക് വേണ്ടുന്ന താമസ സൗകര്യവും ഭക്ഷണവും മരുന്നും ഒക്കെ നൽകുന്നത് തന്നെ വലിയ ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ തിരക്കിനിടയിൽ ആർക്കും അവരുടെ കുടുംബത്തെ ഒഴിച്ച് മറ്റാരെയും നോക്കാൻ സമയമില്ലാത്തൊരു ലോകമാണ്. അങ്ങനെയുള്ള ഒരു പ്രദേശത്താണ്, ഒരു സാഹചര്യത്തിലാണ് ഉസ്താദിൻ്റെ കീഴിൽ ഇപ്പോൾ ഇവിടെ 10-50ഓളം ആൾക്കാർ പല നാട്ടിലെ, തമിഴ്നാട്ടിലെ ഒരു പൂർണ്ണമായ അന്ധയായ ഒരു യുവതി, അലീമ എന്നൊരു യുവതി അടക്കം ഇവിടെ ഉണ്ട്. ഇവർക്ക് ഈ ഒക്കെ തണലേകുന്ന ഈ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് അഭിമാനമാണ്. ഏതായാലും വളരെ ഉഷാറായി തന്നെ ഈ സ്ഥാപനം ഒരു കൂടുതൽ പേർക്കാക്ക് തണലാകട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. നിലവിൽ 3 കെട്ടിടങ്ങളിലായി 100ഓളം പേർ അന്തേവാസികളായി ഉണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ കെട്ടിടങ്ങളാണ്. അവരുടെ മുഴുവൻ ചെലവും സ്ഥാപനമാണ് വഹിക്കുന്നത്. അന്തേവാസികളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ കുടുംബക്കാരെ അറിയിക്കുകയും അവർ സ്വീകരിക്കാതിരിക്കുമ്പോൾ അവരുടെ മതാചാരപ്രകാരം കർമ്മങ്ങൾ ചെയ്യാറാണ് പതിവ്. ഉദ്യാനം, ടെലിവിഷൻ, റേഡിയോ, പത്രങ്ങൾ, ലൈബ്രറികൾ തുടങ്ങി സംവിധാനങ്ങളും ഇവിടെ അന്തേവാസികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. മാസത്തിൽ ഒരു പ്രാവശ്യം സംഘടിപ്പിക്കുന്ന വിനോദയാത്രയും അന്തേവാസി സൗഹൃദ ക്യാമ്പസ് എന്ന വിധാനത്തിലെ സ്ഥാപനത്തെ ഉയർത്തി. ഒട്ടനവധി നിരാലംബർക്ക് ആശ്രയകേന്ദ്രമായ ഗാർഡിയൻ ഏജൻസിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഉസ്താദിൻ്റെ പ്രതികരണം ഇത്തരത്തിലായിരുന്നു. പ്രവർത്തനങ്ങൾ അത് ഏത് തരത്തിലാണ് എന്നുള്ളത് തുടർന്ന് ഉസ്താദ് ആഗ്രഹിച്ച തരത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? തുടർന്ന് ഈ ഒരു പ്രീമിയം ലെവലിലേക്ക് ഇതിനെ കൊണ്ടുപോകണം. കാരണം ഒരു അനാഥാലയം എന്നുള്ളതിൽ നിന്നും മാറി ഇപ്പം തന്നെ നമുക്ക് വീടുകളാണ്. ഓരോ വീടുകളിലായതുകൊണ്ട് തന്നെ അവരുടെ സ്വന്തം വീട് പോലെയാണ് അതിനെ കാണുന്നത്. നമ്മൾ പറയല്ല, അത് അവർക്ക് ബോധിക്കാണ്. അപ്പോൾ ആ നിലക്ക് ഇനി ഇതിന് ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യം, അവർക്ക് ഹോസ്പിറ്റൽ സൗകര്യം വേണം. അതേപോലെ ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വേണം. അതേപോലെ ഡയാലിസിസ് സെൻ്റർ വേണം. ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു രോഗിയുണ്ട്. അദ്ദേഹത്തിന് വേണ്ട ഡയാലിസാണ്, അത് നമ്മുടെ അടുത്തില്ല. അപ്പം നമ്മൾ അത്തരത്തിൽ ഒരാൾക്ക് ആർക്കാണോ ബുദ്ധിമുട്ടുള്ളത് അവരെ ഏത് രീതിയിലുള്ള സഹായങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റണം. അപ്പോൾ ആ നിലക്കാണ് ഇതിൻ്റെ മുന്നോട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ ഭിന്നശേഷികളായുള്ള വിദ്യാർത്ഥികളടക്കമുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് അത്തരത്തിലുള്ള വിദ്യാഭ്യാസം മുതൽ അവർക്ക് വേണ്ടുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും, അവർക്ക് അവരുടെ ഫെസിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള വാഹനം ഉൾപ്പെടെയുള്ള അവരുടെ സൗകര്യങ്ങൾ, അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും, അത്തരത്തിലുള്ള ആർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് അവരെയൊക്കെ പരിഗണിക്കാനും
അവർക്ക് പരിചരണം കൊടുക്കാനും അവർക്ക് ആവശ്യമുള്ള ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. സഹജീവി സ്നേഹത്തിൻ്റെ മാതൃകയായ ഗാർഡിയൻ ഏഞ്ചൽസ് എന്ന സ്ഥാപനത്തിൽ സ്നേഹത്തിൻ്റെ ഉറപ്പിടത്തിലുമായി വിരുന്നെത്തുന്ന പുണ്യ റമദാൻ മാസത്തിൽ ഉൾപ്പെടെ നിരവധി പേരാണ് നോമ്പുതുറ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി ദിനംപ്രതി ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഒത്തുചേർന്ന് സന്തോഷത്തോടെ ഒരു സ്നേഹ സംഗമത്തിനായി. അപ്പോൾ നാട്ടുകാർ, അതുപോലെ ഈ പൊതുപ്രവർത്തകർ, കച്ചവടക്കാർ, മറ്റെല്ലാ മേഖലയിലുള്ള ആളുകളും ഇതിനോട് എല്ലാ അർത്ഥത്തിലും സഹകരിച്ചിട്ടുണ്ട്. പച്ചക്കറി തരുന്നവർ, മാംസം തരുന്നവർ, അരിസാധനങ്ങൾ തരുന്നവർ, ഇവിടത്തേക്ക് ആവശ്യമുള്ള മെഡിക്കൽ ഉപകരണങ്ങളും തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇവിടെ ജനങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് വന്ന് സഹായങ്ങൾ എത്തിച്ചിട്ട് തന്നെയാണ് ഇത് നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും ഉണ്ടാവണമെന്ന് വളരെ സന്തോഷത്തോടെ അറിയിക്കാണ്. നന്ദി, നമസ്കാരം. ജീവിതമെന്ന വലിയ യാത്രയിൽ വലിയ ഓർമ്മപ്പെടുത്തലുമായി നമുക്ക് മുന്നിൽ കാലം ഇങ്ങനെ വേഗതയോടെ കടന്നു പോകുമ്പോൾ ഉറ്റവരെയും നിരാലംബരെയും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നവരെയും തിരിഞ്ഞു നോക്കുവാൻ സമയമില്ലാതാവുമ്പോഴാണ് റഷീദ് സഖാഫിയെ പോലുള്ളവർ അവർക്ക് ആശ്രയമാകുന്നത്. അവരെ ചേർത്ത് നിർത്തുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സിനെയാണ് മാതൃകയാക്കേണ്ടതും. വർത്തമാന ന്യൂസിനു വേണ്ടി രാജേശ്വരിപുരം.